ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോസഫ് വിജയ്, നമ്മുടെ ജോസഫ് വിജയ്, തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ. അതായത് ഈ തമിഴകം മാത്രമല്ല കേട്ടോ, ഇന്ത്യയുടെ തന്നെ, കേരളത്തിൻ്റെ തന്നെ ഭയങ്കര സൂപ്പർ സ്റ്റാറായ ഇളയ ദളപതി വിജയ് നമ്മുടെ തമിഴ്നാട് CM ആയി അധികാരം ഏറ്റിരിക്കുകയാണ്. ഏറ്റ നാൾ മുതൽ ഇന്ന് വരെ നടപ്പിലാക്കിയിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ തമിഴ്നാട്ടിലെ വമ്പൻ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് പുള്ളി മുൻകൈ എടുത്ത് നടപ്പിലാക്കിയിരിക്കുന്ന. സിനിമയിൽ കാണും പോലെ തന്നെ വമ്പൻ ഹീറോയിസം തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ആ പുള്ളി നടത്തിയ 28 ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പുള്ളി അധികാര കൈമാറ്റം നടത്തിയ പുള്ളിക്ക് കിട്ടിയ നാൾ മുതൽ പുള്ളി നടത്തിയത് വെറും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല പുള്ളി ചെയ്യുന്ന ഓരോന്നും ആ ജനങ്ങൾക്ക് വളരെയധികം പുള്ളിയുടെ ഓരോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഉയർച്ചയ്ക്കും വേണ്ടി മാക്സിമം പുള്ളി ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വമ്പൻ ജനകീയ പിന്തുണയാണ് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ കയ്യടിയാണ് നേടിക്കൊണ്ടാണ് പുള്ളി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അധികാരമേറ്റ 48 മണിക്കൂറിൽ തന്നെ എടുത്ത തീരുമാനങ്ങളെല്ലാം വമ്പൻ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ, അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, അതിൽ അവസാനമായി എടുത്ത നമ്മുടെ ആശുപത്രിക്കുള്ള അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്തതും നമ്മുടെ ജയിലിലെ തടവുകാർക്ക് എടുത്ത പുതിയ നടപടികളും, അങ്ങനെ സ്ത്രീ സുരക്ഷയ്ക്കായി പുള്ളി നടപ്പിലാക്കിയ സിംഗപ്പൻ എന്നുള്ള സ്ക്വാഡും, അങ്ങനെ ലഹരി മാഫിയക്കെതിരെ തകർക്കാൻ പുള്ളി എടുത്ത ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡ്, അങ്ങനെ തൊട്ട് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ചെയ്തത് എന്താണോ, സിനിമയിലെ ഒരു നായകൻ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് പുള്ളി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വമ്പൻ ജനകീയ പിന്തുണയാണ് പുള്ളിക്ക് നേടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണ് പുള്ളി നടപ്പിലാക്കിയത്, എന്തിനെ മാറ്റങ്ങളാണ് പുള്ളി നടത്തിയത്, പക്ഷേ ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് പുള്ളി ഇതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളും അതേപോലത്തെ ഒരു CM-നെ ആഗ്രഹിക്കുന്നു എന്ന് തോന്നാൻ ലെവലിൽ പുള്ളി എത്താൻ കാരണം ഇതെല്ലാം. കാരണം വീട്ടമ്മമാർക്കടക്കം, നമ്മുടെ കർഷകർക്കടക്കം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഏകദേശം പുള്ളി ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞു ജീവിതത്തിൽ. കാരണം പുള്ളി ഒരു പോസിറ്റിവിറ്റി അവരുടെ ജീവിതത്തിലേക്ക് പുള്ളിയുടെ അധികാരം പുള്ളിയേറ്റതോടുകൂടി നൽകി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അധികാരമേറ്റ് പുള്ളി ആദ്യമായിട്ടാണ് ഒരു മത്സരിക്കാൻ നിന്നത്. കാരണം സംസ്ഥാനം വ്യാപകമായി തന്നെ ഫസ്റ്റ് ടൈമാണ് പുള്ളി മത്സരിക്കാൻ നിന്നത്. ആ മത്സരിക്കാൻ നിന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ പുള്ളി 100-ലധികം, അതായത് ഒരു അധികാരത്തിന് കേവല ഭൂരിപക്ഷം കിട്ടാൻ വേണ്ട നിസ്സാര സീറ്റുകൾ ഒഴികെ ബാക്കിയെല്ലാം പുള്ളി നേടിയാണ് പുള്ളി അധികാരത്തിൽ വന്നത്. അതേപോലെ തന്നെ ഈ പറയും പോലെ കയറിയ നാള് ആ സമയത്ത് 48 മണിക്കൂറിൽ തന്നെ പുള്ളി പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി പ്രഖ്യാപിച്ചത് എല്ലാം വളരെയധികം ജനപ്രീതി നേടിയിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ സൗജന്യ വൈദ്യുതി, അതെ, ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വൈദ്യുതിയാണ് സൗജന്യമാക്കിയിരിക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 200 യൂണിറ്റ്, നോർമൽ ഒരു കുടുംബത്തിന് 200 യൂണിറ്റ് ഒക്കെ ധാരാളമാണ്. ആ 200 യൂണിറ്റ് വൈദ്യുതിയാണ് സൗജന്യമാക്കിയിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഏറ്റവും കൂടുതൽ, കാരണം തമിഴ്നാട് മൊത്തം ബാധിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് മദ്യശാല. സ്കൂളുകൾ, കോളേജുകൾ, അതായത് ആരാധനാലയങ്ങൾ, അങ്ങനെ ചുറ്റുവട്ടത്ത് ഒരു 500 മീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം 717ഓളം മദ്യശാലകളാണ് പുള്ളി പൂട്ടിയത്. കാരണം തമിഴ്നാട് നമുക്ക് അറിയാൻ പറ്റും, മദ്യശാലകൾ ഒരുപാടുള്ള സ്ഥലമാണ് തമിഴ്നാട്. അതേപോലെ തന്നെ അതിൻ്റെ 717 മദ്യശാലകൾ എവിടെ പൂട്ടും? നമ്മുടെ കേരളത്തിൽ പൂട്ടുമോ? ഇഷ്ടം പോലെ തുറന്നു കൊടുക്കുക, അല്ലാണ്ട് കേരളത്തിലൊന്നും ഈ പരിപാടി നടക്കില്ല നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ നമ്മുടെ ഇത്രയും ഇതിൻ്റെ ചുറ്റളവിൽ ഇല്ലാട്ടോ ഓൾറെഡി. അങ്ങനെ നമ്മുടെ വയ്ക്കാൻ പാടില്ലാന്ന് റൂളുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ, അങ്ങനെ ചുറ്റളവിൽ 500 മീറ്റർ ചുറ്റളവിലുള്ള നമ്മുടെ മദ്യശാലകൾ പൂട്ടി. പിന്നെ നമ്മുടെ ലഹരി വിരുദ്ധ സേന, നമ്മുടെ ചെന്നിത്തല സാറ് അടിപൊളിയായിട്ട് നടപ്പിലാക്കേണ്ട തൂഫാൻ പദ്ധതി, അതേപോലെ തന്നെ അവിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡ് ഫോഴ്സ്, അതായത് ANTF രൂപീകരിച്ചു. സിനിമ സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ട് പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഇമാതിരി. അതേപോലെ തന്നെ ആ പുള്ളി അധികാരമേറ്റ 48 മണിക്കൂറിലാണ് ANTF രൂപീകരിച്ചത്. അതിനുശേഷം നമ്മുടെ സിംഗപ്പൻ ആണ് ഭയങ്കര ഫേമസ് ആയ സാധനം തന്നെയാണ്. അങ്ങനെ വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് തന്നെയാണ് പുള്ളി നിയമിച്ചത്. കാരണം സ്ത്രീകളുടെ സുരക്ഷ ഒരു മുന്നിൽ തന്നെ, കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പുള്ളിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും വിജയ് എന്നുള്ള ഫാൻസ് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പുള്ളി രൂപീകരിച്ചു. പിന്നീട് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കി. അതിൽ തന്നെ മെയിനാണ് കുടുംബനാഥകളായ സ്ത്രീകളെയാണ് പുള്ളി മെയിനായിട്ട് ലക്ഷ്യമാക്കി. അത് പുള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നതാണ്. അതുപോലെ സ്ത്രീകൾക്ക് 2500 രൂപ, അതായത് പ്രതിമാസം 2500 രൂപയാണ് കുടുംബനാഥയായ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. 2500 രൂപ. പിന്നെ സൗജന്യ ഗ്യാസ്, അവർക്ക് അത്യാവശ്യം വേണ്ട സാധനം അന്നപൂർണി സൂപ്പർ 6 എന്നുള്ള രീതിയിൽ വർഷത്തിൽ 6 സൗജന്യ സിലിണ്ടറുകളാണ് അവർ നമ്മുടെ 48
48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പ്രഖ്യാപിച്ചത്. പിന്നെ നമ്മുടെ വിവാഹ സഹായം അവിടെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരു 8 ഗ്രാം സ്വർണം, പിന്നെ പട്ടുസാരിയും. 8 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പവൻ സ്വർണവും ഒരു പട്ടുസാരി നൽകുന്നു. ഒരു പവൻ സ്വർണത്തിന് ഇപ്പം എന്നാ വില എന്ന് വിചാരിച്ചേ. അതാണ് നമ്മുടെ വിജയ് നടപ്പിലാക്കിയത്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 8 ഗ്രാം സ്വർണവും ഒരു പട്ടുസാരിയും, പിന്നെ നമ്മുടെ കുട്ടികളുടെ നവജാത ശിശുക്കളുടെ അവർക്കൊക്കെ വേണ്ടി കൊടുത്താണ്. നവജാത ശിശുക്കൾക്ക് സ്വർണ്ണ മോതിരവും ബേബി വെൽക്കം കിറ്റും. എന്താ ചില ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട്, സ്വർണ്ണ മോതിരം കൊടുക്കില്ല, ബേബി വെൽക്കം കിറ്റ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിജയ് നടപ്പിലാക്കിയ തമിഴ്നാട്ടിലെ ഓരോ കുട്ടികൾക്കും, അതായത് ഓരോ ശിശുക്കൾക്കും കൊടുത്ത സംഭവമാണ്, അതായത് ഒരു സ്വർണ്ണമോതിരം ചെറുതോ വലുതോ ആവട്ടെ, സ്വർണ്ണമോതിരം കൊടുക്കുന്നുണ്ടല്ലോ. സ്വർണ്ണമോതിരവും ബേബി വെൽക്കം കിറ്റുമാണ് നൽകുന്നത്. പിന്നെ സൗജന്യ യാത്ര, നമ്മുടെ സർക്കാർ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര. അതാണ് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ് വിജയ് നടപ്പിലാക്കുന്നത്. വമ്പൻ കയ്യടി നടൻ ഇതിൽ പറ എന്ത് വേണം. പിന്നെ 500 പ്രത്യേക വനിതാ പോലീസ് സംഘത്തെയും ഫസ്റ്റ് ട്രാക്ക് കോടതിയെ നിയമിച്ചു. അതാണ് സുരക്ഷയ്ക്ക് വേണ്ടി. അത് നിയമങ്ങൾ പെട്ടെന്ന് നടപ്പില്ല. എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കേസ് നെട്ടിപ്പാണ് ഫസ്റ്റ് ട്രാക്ക് കോടതി അപ്പം തന്നെ അതിന്റെ കേസ് വിധി പറയുക. അതായത് 500 പ്രത്യേക വനിതാ പോലീസ് സംഘമാണ് 500. കാരണം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് വനിതകളായതുകൊണ്ട് അത് വനിതാ പോലീസ് സംഘത്തെ അങ്ങനെ നിയമിച്ചത്. അങ്ങനെ എന്തൊക്കെ ഈ പറയുന്ന ഇത്ര തന്നെ നടപ്പിലാക്കിയത് എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയത് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് 2500 രൂപ പ്രതിമാസം, 6 നമ്മുടെ ഗ്യാസ്, ഒരു വർഷത്തേക്ക് 6 ഗ്യാസ് സൗജന്യം. പിന്നെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് 8 ഗ്രാം സ്വർണവും ഒരു പട്ടുസാരിയും. പിന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താ, ഒരു സ്വർണ്ണ മോതിരവും, പിന്നെ നമ്മുടെ ബേബി വെൽക്കം കിറ്റും, പിന്നെ 500 പ്രത്യേക നമ്മുടെ വനിതാ പോലീസന്മാരെ നിയമിച്ചിട്ടുണ്ട്. പ്രത്യേകം ഫസ്റ്റ് ട്രാക്ക് കോടതി നിയമിച്ചു. ഇത്രയും നടപ്പിലാണ് സ്ത്രീകൾക്ക്. പിന്നീട് നമുക്ക് വിദ്യാഭ്യാസം, തൊഴിലുകൾക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മമാർക്ക്, അതായത് സ്കൂൾ വിദ്യാർത്ഥികളുടെ അമ്മമാർക്ക് 15,000 രൂപ വർഷം നൽകുന്നു. അതായത് സ്കൂൾ വിദ്യാർത്ഥികളുടെ അമ്മമാർക്ക് വർഷം 15,000 രൂപ നൽകുന്നു. പിന്നെ വിദ്യാഭ്യാസ വായ്പ ഗ്യാരണ്ടി ഇല്ലാതെ 20 ലക്ഷം രൂപയും PhD വരെ സഹായം നൽകുന്നു. അതായത് ഗ്യാരണ്ടി ഇല്ലാത്ത, അതായത് വിദ്യാഭ്യാസ ലോൺ എന്നുള്ള രീതിയിലോട്ടോ, ഗ്യാരണ്ടി ഇല്ലാത്ത 20 ലക്ഷം രൂപ PhD വരെ പഠിക്കാൻ കൊടുക്കുന്നു. പിന്നെ തൊഴിലില്ലായ്മ വേതനം എന്തായാലും കേരളത്തിലേക്ക് ഇത് നടപ്പിലാക്കുകയാണ്. തൊഴിലില്ലായ്മ വേതനം ബിരുദധാരികൾക്ക് 4,000 രൂപ, ഡിപ്ലോമക്കാർക്ക് 2,500 രൂപ. നമ്മുടെ കേരളത്തിലേക്ക് കിട്ടിയാണെങ്കിൽ എന്ത് രസമായല്ലേ. അതായത് ബിരുദധാരികൾ ആരും ഉണ്ടാവില്ല, കേരളം നടപ്പിലാക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും. എന്നാലും ഞാൻ പറഞ്ഞു, വിജയ് നടപ്പിലാക്കിയ കാര്യങ്ങളാട്ടോ ഈ പറയണത്. വിജയ് നടപ്പിലാക്കിയതാണ്. അതായത് ബിരുദധാരികൾക്ക് 4,000 രൂപ, മറ്റേ ഡിപ്ലോമക്കാർക്ക് 2,500 രൂപ. പിന്നെ തൊഴിലവസരം സൃഷ്ടിക്കാൻ 5 ലക്ഷം ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വകാര്യ ജോലികൾ, അതായത് തമിഴ്നാട് സ്വദേശികൾ, അതായത് അവിടുത്തെ ജോലികൾക്ക് മെയിനായിട്ട് തമിഴ്നാട് സ്വദേശികളെ തന്നെ 75% സംവരണം ചെയ്തിരിക്കുന്നു. പിന്നെ ആരോഗ്യത്തിൽ ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അസുഖമില്ലാത്തവരാരും എനിക്ക് തോന്നുന്നത് ഇന്നൊരു കുടുംബത്തിലും ഇല്ല. അവർക്ക് ഒരു 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് സൗജന്യമായി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പെൻഷന്റെ കാര്യം പറയാം. വിധവകൾക്ക്, മുതിർന്ന പൗരന്മാർക്ക്, ഭിന്നശേഷിക്കാർക്ക്, ഇവർക്കെല്ലാം പെൻഷൻ 3,000 രൂപയാണ് അവർക്ക് പെൻഷൻ നൽകിയിരിക്കുന്നത്. പിന്നെ നൽകിയിരിക്കുന്നത് നമ്മുടെ AI എന്നറിയാലോ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതില്ലാത്ത ഒരു പരിപാടി ഇപ്പം ഇല്ല. AI മന്ത്രാലയവും ഇത് നമ്മുടെ AICT സ്ഥാപിക്കുന്നതിന് വേണ്ടി പുള്ളി അതിനുള്ള പൈസ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. AI മന്ത്രാലയം AIയുടെ ഹബ്ബാക്കി മാറ്റുമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിന്നെ കാർഷിക വായ്പകൾ എനിക്ക് തോന്നുന്നത് പുള്ളി നൽകുന്നത് ചെറിയ കർഷകരുടെ വായ്പ പൂർണ്ണമായി ഇളവങ്ങാണ്ട് പുള്ളി കൊടുത്തു. പിന്നെ മറ്റുള്ളവർക്ക് 50%, അതായത് പൈസ അടയ്ക്കാതെ വെറും കർഷക തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ചെറിയ ചെറിയ കർഷകർക്കാണെങ്കിൽ പൂർണ്ണമായും ഇളവ് കൊടുത്തു. അല്ലാത്തവർക്ക് 50% അത് ലോണിൽ കുറവ് വരുത്തി കൊടുക്കുകയാണ്. പിന്നീട് എന്താ, നമ്മുടെ താങ്ങുവില നെല്ലിന് ക്വിൻ്റലിന് 3,500 രൂപയും കരിമ്പിന് ക്വിൻ്റലിന് 4,500 രൂപയും. പിന്നെ കർഷക തൊഴിലാളി സഹായം, ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾക്ക്, അതായത് ഭൂമിയില്ലാത്ത പാട്ടത്തിനെടുക്കുന്ന കർഷകർക്ക് 10,000 രൂപ വർഷം കൊടുക്കുകയാണ് പുള്ളി. പിന്നെ സോളാർ ഇൻഷുറൻസ് 5 ലക്ഷം സോളാർ ഇൻഷുറൻസ്, സോളാർ പമ്പ് സെറ്റുകളും 100% വിള ഇൻഷുറൻസും. അതായത് സോളാർ, അത് കറണ്ട് ഇല്ലെങ്കിൽ സോളാറിൽ പമ്പ് സെറ്റ്, അതായത് കർഷകർക്ക് കൊടുക്കണയാണ് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് അറിഞ്ഞ് വരുന്നത്. കാരണം ഇതൊക്കെ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സോളാർ പമ്പുകൾ 5 ലക്ഷം സോളാർ പമ്പുകളും, പിന്നെ നമ്മുടെ വിള ഇൻഷുറൻസ്, ഉണ്ടാകുന്ന സാധനത്തിന് ഇൻഷുറൻസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന തീരുമാനങ്ങളാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ രോഗി മരിച്ചു കഴിഞ്ഞാൽ ബില്ലടയ്ക്കേണ്ടെന്ന്.
എന്താ ആശുപത്രിയിൽ നമ്മളെ ആശുപത്രിയിൽ ചികിത്സ ചെയ്ത് നമ്മളെ രോഗി മരണപ്പെട്ട് കഴിഞ്ഞാൽ ബില്ല് അടയ്ക്കേണ്ട, ചികിത്സാ ബില്ല് പൂർണ്ണമായി ഒഴിവാക്കാനാണ് പുതിയ നയം. പിന്നെ നമ്മുടെ ജയിൽ പരിഷ്കാരങ്ങൾ, ജയിലുകളിൽ ഇൻ ഹൗസ് ബസാർ, അതായത് ഡിജിറ്റലൈസേഷൻ ആണ്, ക്യാമറകൾ ഫുള്ളാക്കി. അതായത് ഈ പറയും പോലെ പണ്ടത്തെ പോലെ ഈ സിനിമയെ കാണും പോലെ ഒന്നും നടപ്പില്ല, ഫുൾ ക്യാമറ ബേസ്ഡ് ആക്കി എന്നാണ് പറഞ്ഞത്. പിന്നെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ നടപ്പിലാക്കി, അതൊക്കെ എത്രത്തോളം ഫേക്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് പുള്ളി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ പറഞ്ഞു വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭക്ഷണം മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഇല്ല, അങ്ങനെയൊന്നും മാറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ ഗുണ്ടാ നിയന്ത്രണം, പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു, അതായത് സിനിമ സ്റ്റൈലിലേക്ക് നടക്കും പോലെ. പുള്ളി സിനിമ നടനായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പോലീസിന് പൂർണ്ണ നിയന്ത്രണം കൊടുത്തേക്കാണ് മറ്റേ ഗുണ്ടകളെ ഒഴിവാക്കാനും ഗുണ്ടകൾക്കെതിരെ നടപടി എടുക്കുന്നതിനും വേണ്ടി. പിന്നെ കാരൂർ ദുരന്ത സഹായം, അത് പ്രത്യേകം പറയാം. പുള്ളിയുടെ മറ്റേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് കാരൂർ ദുരന്തമുണ്ടായത്. അതിന് കുടുംബങ്ങൾക്ക്, മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ജോലിയും സഹായവും നൽകും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് പുള്ളി മെയിനായിട്ട് ഈ 28 പദ്ധതികൾ പുള്ളി നടപ്പിലാക്കി. ഇത്രയും നടപടികൾ ഒരു സാധാരണ ഒരു ഗവൺമെന്റ് നടപ്പിലാക്കി കഴിയുമ്പോൾ തന്നെ ആ ജനങ്ങൾക്ക് എന്തോ ഒരു ആശ്വാസമാണെന്ന് അറിയാമോ. പിന്നെ കൂടാതെ നമ്മുടെ സുപ്രീം കോടതി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഭക്ഷണ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ മറ്റേ ഗോവധ നിയന്ത്രണം പുള്ളി നടപ്പിലാക്കിയിരുന്നു. അതായത് പശുക്കളെ കൊല്ലുന്ന എന്തൊക്കെയോ അങ്ങനത്തെ കേസുണ്ട്, അതൊക്കെ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മ ക്യാൻറ്റീനിലെ തമിഴ്നാട്ടിലെ ജയലളിത, അത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് പൈസ കുറച്ച് കൊടുക്കുന്ന സ്ഥലമാണ് അമ്മ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ, പൈസ കുറച്ച് സാധാരണക്കാർക്ക് ആഹാരം. അങ്ങനെ 28 പദ്ധതി പുള്ളി നടപ്പിലാക്കി. പറഞ്ഞ വാക്കുകളെല്ലാം പൂർണ്ണമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടുള്ള പരിഷ്കാരം തന്നെയാണ് നമ്മുടെ വിജയ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അമ്മാതിരി സപ്പോർട്ടാണ്. കാരണം സിനിമ സ്റ്റൈലിലാണ് പുള്ളിയുടെ ഓരോ പ്രവർത്തനങ്ങളും. നമുക്കിപ്പോൾ മുല്ലപ്പെരിയാറിനെതിരെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പെരിയാർ ഡാം പണിയാൻ പുള്ളി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതേത് സൈഡോ അതൊക്കെ തീരുമാനിക്കട്ടെ. പക്ഷെ ആ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് പുള്ളി പൂർണ്ണമായി ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതിന്റെ പ്രശംസ പുള്ളി അർഹിക്കുന്നുണ്ട്. ഓരോ ആർജവും എന്താ പറയുക, നല്ല ആർജവത്തോടു കൂടിയാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാവരും ആദ്യം അടിച്ചു ഒരു സിനിമാന്തരൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. പക്ഷേ പുള്ളി അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ടോപ്പാണ്, പുള്ളി വേറെ ലെവലാണെന്ന്. പുള്ളി എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം വലിയ എന്താ പറയുക, കാശിന് വേണ്ടിയോ സമ്പാദ്യത്തിന് വേണ്ടിയോ പുള്ളി മുഖ്യമന്ത്രി ആവേണ്ട ആവശ്യമില്ലെന്ന് പുള്ളി ഒരിക്കൽ പറഞ്ഞാണ്. പുള്ളിക്ക് അതിന് മാത്രം പൈസ പുള്ളിയുടെ കയ്യിലുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ്. പുള്ളി സിനിമാ ജീവിതം തന്നെ, അഭിനയം തന്നെ നിർത്തിവെച്ചാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ജനങ്ങളെ എന്താ പറയുക, ജനങ്ങളുടെ പ്രീതി നിറയെ. എനിക്ക് തോന്നുന്നത് ഈ കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു ഇതായി മാറും. കാശും അടുത്ത് കഴിയുമ്പോഴേ എന്തോ ഇനി ആൾക്കാരുടെ പ്രീതി നേടണമെന്ന ചിന്താഗതി എനിക്കറിയത്തില്ല. എന്തോ നമ്മുടെ വിജയ് ഇപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. എന്നിരുന്നാൽ തന്നെയും തമിഴ്നാട് വമ്പൻ ഉയർച്ച തന്നെയാണ് നേടിയിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലതിനാവട്ടെ. ഇനിയും ഒരുപാട് നാൾ ഇങ്ങനെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല പ്രവർത്തനം നൽകി തമിഴ്നാടിന് വലിയ നിലയിലേക്ക് എത്തട്ടെ. അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരുപാട് തീരുമാനങ്ങൾ എടുക്കട്ടെ. അത് കണ്ട് കുറച്ചെങ്കിലും നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കാൻ നമ്മുടെ കേരളത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, പൂർണ്ണമായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വിജയുടെ ഫാൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ബൈ.